നിക്കാഹ് കഴിഞ്ഞ് 2 മാസം തികഞ്ഞില്ല. 19-കാരിയായ നവവധു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. പ്രവാസിയായ ഭർത്താവ് നാട്ടിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വർക്കലയെ കണ്ണീരിലാഴ്ത്തി നാസിയയുടെ ദാരുണാന്ത്യം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ്. തിരുവനന്തപുരം വർക്കലയിൽ 19-കാരിയായ നവവധുവിനെ സ്വന്തം വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ വാർത്തയുടെ ഞെട്ടലിലാണ് നാട്. വർക്കല വെട്ടൂർ റാത്തിക്കൽ സ്വദേശിനിയായ നാസിയയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വീട്ടുകാർ ഉടനടി വിവരം അറിഞ്ഞ് യുവതിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞ നാസിയ ഇന്ന് ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വെറും 2 മാസം മുൻപായിരുന്നു കൊല്ലം സ്വദേശിയായ യുവാവുമായി നാസിയയുടെ വിവാഹം കഴിഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്താവ് വിദേശത്തേക്ക് ജോലി ആവശ്യത്തിനായി മടങ്ങിപ്പോയിരുന്നു. ഗൾഫിലുള്ള ഭർത്താവ് ഈ വരുന്ന മാസം 25-ന് നാട്ടിലേക്ക് വരാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കെയാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് നാട്ടിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 19-കാരിയ യുവതി എന്തിന് ഇത്തരമൊരു കടും കൈ ചെയ്തെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മരണകാരണത്തെക്കുറിച്ചോ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചോ നിലവിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും പോലീസിന് യാതൊരുവിധ പരാതികളും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. എങ്കിലും നവവധുവിന്റെ മരണമായതിനാൽ സംഭവത്തിൽ വർക്കല പോലീസ് ഔദ്യോഗികമായി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. നിക്കാഹ് കഴിഞ്ഞ് നാളുകൾ തികയും മുൻപ് യുവതി മരണപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ രേഖകളടക്കം പോലീസ് വരും ദിവസങ്ങളിൽ വിശദമായി പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.